ഇടതുപക്ഷം മുസ്ലിം വിരോധികളാണെന്ന വ്യാജ നറേഷനാണ് കോൺഗ്രസ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത്. മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അതൊരു കുട്ടി പാകിസ്ഥാനാകും എന്ന് പറഞ്ഞത് ആര്യാടൻ മുഹമ്മദാണെന്ന ചരിത്രം മറന്നുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണങ്ങൾ. ഇതാ മലപ്പുറത്തെ ഇടതുപക്ഷത്തിന്റെ മുസ്ലിം വിരോധത്തിന്റെ മറ്റൊരു ഞെട്ടിക്കുന്ന തെളിവ്. EMS പള്ളി. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ മുസ്ലിം ദേവാലയത്തിന് പറയാനുള്ളത് ഒരു ചരിത്രമാണ്. എത്രയോ മുസ്ലിം ദേവാലയങ്ങളുടെ നിർമ്മാണത്തിന് വഴിവെച്ച ചരിത്രപരമായൊരു തീരുമാനത്തിന്റെ കഥ. മലബാറിൽ മുസ്ലിം പള്ളി നിർമ്മിക്കുന്നതിന് തടസ്സമായിരുന്ന ബ്രിട്ടീഷ് നിയമം ഭേദഗതി ചെയ്ത ശേഷം ആദ്യം നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിലെ EMS പള്ളി. 1957 മുഖ്യമന്ത്രിയായ ശേഷം ഏലംകുളത്തെ വീട്ടിലെത്തിയ EMSനെ കണ്ട് പുലാമന്തോളുകാർ ഉന്നയിച്ച ആവശ്യമായിരുന്നു പള്ളി പണിയുന്നതിനായി സർക്കാർ അനുമതി ലഭിക്കാൻ സഹായിക്കണമെന്നത്. 1921 മലബാർ കലാപത്തെ തുടർന്നായിരുന്നു മുസ്ലിം ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ മലബാറിൽ നിരോധനം ഏർപ്പെടുത്തിയത്. മദ്രാസിൽ കോൺഗ്രസ് സർക്കാർ വന്നിട്ടും വിലക്ക് മാറ്റിയിരുന്നില്ല. മദ്രാസി മുഖ്യമന്ത്രിമാർക്ക് നിവേദനം നൽകിയിട്ടും ഒരു നടപടിയും ഇക്കാര്യത്തിൽ സ്വീകരിക്കപ്പെടുകയും ഉണ്ടായില്ല. 1952 5 മുസ്ലിം MLA-മാരുടെ പിന്തുണ കൊണ്ടാണ് കോൺഗ്രസ് മദ്രാസി സംസ്ഥാനത്ത് മന്ത്രിസഭ രൂപീകരിച്ചത്. അന്ന് ഭരണത്തിലേറാൻ കോൺഗ്രസിന് ഒരു MLA-യുടെ കുറവുണ്ടായിരുന്നു. മദ്രാസി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാറിൽ നിന്നും മുസ്ലിം ലീഗിന് 5 MLA-മാർ ഉണ്ടായിരുന്നു. ആ 5 പേരുടെ പിന്തുണയോട് കൂടിയാണ് രാജാജിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന മന്ത്രിസഭ 5 കൊല്ലം ഭരിച്ചത്. എന്നിട്ടും ഇക്കാലയളവിൽ വിഷയത്തിന് പരിഹാരം കാണാൻ സാധിച്ചിരുന്നില്ല. പുലാമന്തോൾ പ്രദേശത്തുള്ളവർക്ക് ജുമുഅ കൂടാൻ ഒരു പള്ളി എന്നത് ദീർഘകാല സ്വപ്നമായിരുന്നു. കറുത്തേത്തൊടി മരക്കാർ ഹാജിയുടെ പീടികയുടെ പിന്നിലുള്ള സ്ഥലത്തായിരുന്നു അന്ന് നിസ്കാരം നിർവഹിച്ചിരുന്നത്. പള്ളിക്കായി സ്ഥലം വാങ്ങി താൽക്കാലിക ഷെഡും പണിതിരുന്നു. എന്നാൽ പള്ളി വിരോധികൾ ഇടപെട്ട് ഇത് തടഞ്ഞു. പള്ളിക്കെതിരെ സർക്കാർ ഉത്തരവും വന്നു. പള്ളി നിർമ്മാണ വിലക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടവരോട് തിരികെ തിരുവനന്തപുരത്ത് എത്താനുള്ള സമയം മാത്രമേ EMS ചോദിച്ചുള്ളൂ. അങ്ങനെ ഭരണമേറ്റ് 60 ദിവസങ്ങൾക്കുള്ളിൽ ഇറക്കിയ ഉത്തരവുകളിൽ ഇതും പെടുന്നു. പള്ളി പണിയാൻ വിലക്ക് നീക്കുന്ന ഇടക്കാല ഉത്തരവാണ് അന്ന് EMS സർക്കാർ പുറത്തിറക്കിയത്. പിന്നീട് സംസ്ഥാനത്തിലാകെ ബാധകമായ ഒരു പൊതു നിയമം വന്നതോടെ പ്രശ്നം അവസാനിക്കുകയും ചെയ്തു. നാട്ടുകാർ പള്ളി പണിതു. EMS പള്ളി എന്ന് ആ പള്ളിയെ വിളിക്കുകയും ചെയ്തു. ഇന്നും പുലാമന്തോളിലെ പള്ളി അറിയപ്പെടുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേരിലാണ്.